പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് വള്ളിച്ചൂണ്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുതന്നെയല്ല, അധികം മീൻപിടുത്തത്തിനൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. അപ്പം അതെല്ലാം മാറി നമ്മൾ മീൻപിടുത്തത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ മഞ്ഞപ്പൂരി കൂട് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയ മഞ്ഞപ്പൂരി കിട്ടിയായിരുന്നു. അതിനെ കൂടുതൽ നമുക്ക് വാള കിട്ടുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് വള്ളിച്ചൂണ്ട കിട്ടുകയാണ്. അതായത് ഇതിന് തീറ്റി നമ്മൾ കോർക്കുന്നത് ചെറിയ പൂരി തന്നെയാണ്, ചെറിയ മഞ്ഞപ്പൂരിയാണ്. അപ്പോഴത്തെ ഇതാണ് ആ തീറ്റി. അപ്പോഴത്തെ നമ്മൾ ചൂണ്ട കെട്ടാൻ പോകുന്നത് കേട്ടോ. അതായത് വള്ളി പോലെ റോപ്പിൽ ചൂണ്ട കെട്ടിയിട്ട് അതിലേക്ക് ഇടവിട്ട് തീറ്റി കൊടുത്ത് 4 ചൂണ്ട അല്ലെങ്കിൽ 3 ചൂണ്ട കൂടുമ്പോൾ ഒരു കല്ല് കെട്ടുന്ന പരിപാടിയാണ് നമ്മുടെ ഈ വള്ളിച്ചൂണ്ട. അതായത് വെള്ളത്തിനടിയിൽ താഴ്ന്ന് കിടക്കണം. അപ്പോൾ ഈ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് ഈ ചെറിയ മീനുകളെ പിടിക്കാൻ സ്വാഭാവികമായിട്ടും വലിയ മീനുകൾ വരും. അപ്പോൾ വാള കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പേ ഉള്ള അനുഭവം വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തീറ്റി കോർക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഇതിനകത്ത് കൈയിട്ട് കോർത്തില്ല വിഷയമാവും. തീറ്റി കോർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് ചെറിയ കുഴി. ഇതിൻ്റെ മേളിലത്തെ കൊമ്പുണ്ട്. ഈ മേളിലത്തെ കൊമ്പിൻ്റെ പുറകിലായിട്ട് നട്ടലിൽ കയറാത്ത രീതിയിലാണ് ഇത് നമ്മൾ കോർക്കുന്നത്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 1, 2, 3 ദിവസം ഇത് ജീവനോടെ കിടക്കും. അതുകൊണ്ട് നമുക്ക് ചൂണ്ട പൊക്കേണ്ടതില്ല. വന്ന് പൊക്കി നോക്കിയാൽ മതി. പൊക്കി വീട്ടിൽ കൊണ്ടുപോകണ്ടില്ല, ഒന്ന് പൊക്കി നോക്കിയാൽ മതി. മീനുള്ളത് ഊരി എടുക്കുക. തീറ്റി പോയിട്ടുണ്ടെങ്കിൽ അതോടെ തീറ്റി വേറെ ഇട്ടാൽ മതി. കുറേ സുഹൃത്തുക്കൾ നമ്മൾ പരിപാടി തുടങ്ങാമല്ലോ. ചെയ്യാമല്ലോ. നീ ഇവിടെ ഓടുന്നതാണ്. ഈ ഒരു കാര്യം ഇത് എടുത്ത് കോർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കയ്യിൽ കൊണ്ടുവരും. ഇത് ഇറമ്പായതുകൊണ്ട് 3 എണ്ണത്തിന് ഒരു കല്ല് കെട്ടിയിടണം. അല്ലെ ഇറമ്പിക്കൂടെ ഇത് മീനടിക്കുമോ, മീനടിച്ച് പൊങ്ങി വരുമോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നീളം ഇങ്ങനെ തന്നെ കോർത്തിടുക. അപ്പം നാളെ രാവിലെ നോക്കുമ്പോൾ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ബാക്കി ചൂണ്ട കൂടെ വെക്കട്ടെ. അപ്പം നാളെ കാണാം ബാക്കി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട വെക്കാൻ വന്നേക്കുവാണ്. സാധാരണ നമ്മൾ ചൂണ്ട പൊക്കി നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം നമ്മൾ പൊക്കി നോക്കി മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നതങ്ങ് മാടിയെടുക്കുവാണ്. മഴ പെയ്തിട്ട് കുറച്ച് കലക്കവെള്ളമൊക്കെ വരുന്ന അവസരത്തിലാണ് നമുക്ക് വാള കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഉപ്പ് മാടിയെടുത്തേക്കാം. എന്നിട്ട് വേറെ ഏതെങ്കിലും തീറ്റി കൊടുത്ത് നമ്മുടെ അവിടെയോ എവിടെയെങ്കിലുമൊക്കെ തെറ്റി മീൻ പിടിച്ച് വീട്ടിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. മീൻ പഠിച്ചിട്ടില്ല, മുറി കൂടിക്കോളും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ട മൊത്തം മാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചൂണ്ട വന്ന് തീരുന്നിടത്താണ് നമ്മുടെ ഒരു കൂടിരിക്കുന്നത്. അതൊന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു വാള അഡ്വഞ്ചർ ഫിഷാണ്. അപ്പോൾ നമ്മൾ കോർത്തിട്ട മീൻ ഇവർക്ക് വേണ്ടായിരിക്കും. ഇവർ എങ്ങനെ ഫൈറ്റ് ചെയ്ത് പിടിക്കുന്ന മീനെ ഇപ്പം തീറ്റി അവർക്ക് മതിയാവുള്ളായിരിക്കും. ഈ വള്ളിയാ. ഓ, വെയിലത്തുനിന്ന് തള്ളത്തോട്ട് കയറിയപ്പോൾ എന്താശ്വാസം അല്ലേ. ഈ സമയത്ത് നല്ല മഴ പെയ്യണ്ടല്ലടാ, ഒരു വെയിൽ. എനിക്ക് എയറോ ട്രോഫി വള്ളങ്ങളിൽ നടക്കുമ്പോൾ വെള്ളപ്പൊക്കെ കിട്ടും.
തീറ്റിയില്ലല്ലോ. ഒരു പൂരി ചെമ്മീനും ഉണ്ട്, അത് എടുത്തേക്കാം അല്ലേ? ഈ ചെമ്മീൻ കൂടി നമുക്ക് അക്കരെ ചൂണ്ടിട്ടാലോ? ചിലപ്പോൾ ആണെങ്കിൽ കുഞ്ചു കിട്ടും. ഉള്ളതിലോട്ട് വിട്ടേക്കട്ടെ. ചെമ്മീൻ ഇതിനകത്തോട്ട് ആ ഇത് എടുത്തടാ. ആ നമ്മുടെ മീൻ കോരുന്ന സാധനം. ചെറിയ മീനുണ്ട്. ഇത് വേണ്ടല്ലോ അല്ലേ? ഒരെണ്ണമായിട്ടും തന്നെ അല്ലേ? ഒരു വണ്ടി ചെവിയിലൊന്നും കയറി പോകല്ലേ? മറ്റേ വണ്ടിൻ്റെ കഥയുണ്ടല്ലോ, വണ്ടി എന്നെ തൊടയെ കുത്തിയിരുന്നത്. നീ കേട്ടിട്ടുണ്ടോ അത്? കർണനോ അങ്ങനത്തെ കഥയുണ്ട്. എന്നെ വീട്ടിൽ നാച്ചാൽ വിളിക്കാം. കൊണ്ടുപോയി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ മീനൊന്നും കിട്ടുന്നില്ലെങ്കിൽ ചൂണ്ടയിടാൻ വേണ്ടി ഒരു ചൂണ്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അക്കരെ ജെട്ടിയിൽ ആഴത്തിൽ നിന്നിട്ട് ചിലപ്പോൾ കൊഞ്ച് കിട്ടുമായിരിക്കുന്നു വരുന്നുണ്ട്. അങ്ങനെയാണ് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം. അതും കിട്ടുന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം കുദാഹബ. പ്രിയ സുഹൃത്തുക്കളെ, കരിമീൻ പിടിക്കുന്ന ചൂണ്ടയാണിത്. ഇതിൽ ചെമ്മീൻ, ഒരു ചെമ്മീൻ നമ്മൾ ഒന്നോടെ അല്ല ഇടുന്നത്, മുറിച്ചായിരുന്നു. അതായത് ഒരെണ്ണം 2 പീസായിട്ട്, അതായത് ഒരു ചെമ്മീനാണെങ്കിൽ 2 തീറ്റിക്കുണ്ട്. ഈ ജെട്ടി നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ കല്ലിൻ്റെ സൈഡ് അങ്ങ് ഇറക്കി വിടും താഴോട്ട്. നേരത്തെ നമ്മൾ കൊഞ്ച് കിട്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നും കിട്ടുമായിരിക്കും. ഇവിടെ ഏകദേശം 7 മീറ്ററോളം ആഴമുണ്ട്. കുട്ടിക്ക് ഇവിടെ നേരെ കീഴ്പ്പെടുത്തുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് ചൂണ്ടയിടിയിൽ, പ്രത്യേകിച്ച് കൊഞ്ചിന് ചൂണ്ടയിടുന്നത്. കക്കവെള്ളം വരുന്നുണ്ട്. വേറെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പണി പാതി വലിക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ പരിപാടിയും ചീറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വട്ടത്തിൽ ചീറ്റി ഒരു ദിവസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതായത് ഈ സീസൺ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് മാറി ഒരു കൂടൂടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ നോക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോകും. ലാസ്റ്റ് പ്രതീക്ഷ അതാണ്. പോടാ ആ വെയിലാണ്. അത്യാവശ്യം നല്ല മഴയായിരിക്കും, അതായത് വെയിൽ. ഓ ഞാൻ മൂലം ഉണ്ടോ? നിർത്തിക്കോ. ഞാൻ മൂലം ഉണ്ടോ? കുറച്ചൊരു കോറുവ ഉണ്ടോടാ ഇങ്ങനെ? അവിടെ കോറുവ എന്ന് ഉദ്ദേശിക്കുന്നത് 2 പോഷൻ വന്ന് ചേരുന്ന നമ്മൾ കോണമെന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു നാടൻ പ്രയോഗമാണത്. ജസ്റ്റ് ഇച്ചിരൂടെ കയറിയാൽ മതി. അവിടെ ഒരു കുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൂട് കെട്ടിയേക്കുന്നതിൻ്റെ മുകളിൽ. ഇവിടെ ഉണ്ട്.
ഇവിടെ ഞാൻ കുപ്പി ഇട്ടിരുന്ന അടയാളത്തിന്. നമ്മൾ പ്രതീക്ഷയില്ല. കുറുവെങ്കിൽ കുറുവല്ലേ, വറക്കെടുത്തു പണികാർക്ക് വറക്കാം. ഞങ്ങളിടും വള്ളത്തോട്ട് കുറഞ്ഞിട്ടാടോ ഞാൻ ഒരെണ്ണം പിടിക്കുന്നേ ഉണ്ടോ. വറുത്ത് മപ്പാസ് വെക്കണം ഇത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ അവസാനം തപ്പിപ്പിടിച്ച് ഒരു കറിക്കുള്ള മീനൊക്കെ ഇട്ടിട്ടുണ്ട്. തീറ്റയൊക്കെ വേറെ എടുത്ത് സെറ്റ് ചെയ്യണം അല്ലേടാ. ഇതെവിടുന്ന് വേറെ എവിടെയെങ്കിലും നല്ല കാടൊക്കെ ഉള്ള ഏരിയയിലൊക്കെ മാറ്റണം. ഇത് കാടില്ല എന്നല്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീൻ നമുക്ക് കിട്ടുന്നത്. സാധാരണ മീൻ കിട്ടാറുള്ളതാണ്, അത് തന്നെയല്ല നമ്മൾ ഉദ്ദേശിച്ച കണക്കുള്ള മഴയോ വെള്ളമോ ഒന്നും ഈ കാണ്ടിൽ വന്നിട്ടില്ല. അതെപ്പോഴാണ് വരുന്നതെന്നൊരു പിടിയില്ല. നല്ല വെയിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യാൻ സാധിക്കും. മഴ പെയ്താൽ മാത്രം പോരല്ലോ, വെള്ളം പോകണം. എൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. രാവിലെ 7:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 10 മണിയോളം ആയിട്ടുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു കറിക്കുള്ള മീനാണ് കിട്ടിയത്. അതെങ്കിലും കിട്ടിയല്ലോ അല്ലേ. വീട്ടിൽ നമുക്ക് പണിക്കാറുണ്ട്, അപ്പം അവർക്ക് ഉച്ചയ്ക്ക് വറുത്ത് കൊടുക്കാനുള്ള മീൻ കിട്ടിയെന്ന് വേണം പറയാൻ. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുവാണെങ്കിൽ ഇതിന് കൊടുക്കേണ്ട വില ഇപ്പോഴത്തെ കണക്കിന് മീൻ ലഭ്യത കുറവുള്ള കണക്കിന് നല്ല വില കൊടുക്കേണ്ടി വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കണം. എന്നെപ്പോലെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ചിലപ്പോൾ നിരാശ ഉണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ തീർത്തും നിരാശപ്പെടേണ്ട. വരും ദിവസങ്ങളിൽ നമുക്ക് ധാരാളം മീൻ പിടിക്കുന്ന മാർഗങ്ങളിലൂടെ, മീൻ പിടിക്കുന്ന വ്യത്യസ്തമായ രീതികളിലൂടെ നമ്മൾ അത് പിടിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ. മഞ്ഞക്കൂരി പാത്രം മഞ്ഞക്കൂരി ഉണ്ടടാ. മഞ്ഞക്കൂരി ഇതെല്ലാം കൂടെ ഒരു വെള്ളത്തിനുള്ളതുണ്ട്.